പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 31-ാം തിരുവചനമാണ്. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകുകയില്ല. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നാം നിരവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ധനവാനും ലാസറും മരിച്ചതിന് ശേഷം ധനവാൻ എത്തിച്ചേരുന്നത് നരകത്തിലും ലാസർ എത്തിച്ചേരുന്നത് പിതാവായ അബ്രഹാമിൻ്റെ മടിയിലുമാണ്. ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്പം ജലം ലാസറിൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ, ആ പീഡകളിൽ നിന്ന് മോചനം ലഭിക്കാൻ, അല്പമെങ്കിലും ദാഹം ശമിപ്പിക്കാനായിട്ട് അബ്രഹാത്തോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. വീണ്ടും തൻ്റെ സഹോദരങ്ങൾ ഇതേപോലെയുള്ള നരകയാതനകൾ അനുഭവിക്കാതിരിക്കേണ്ടതിന് ലാസറിനെ തൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് അബ്രഹാമിനോട് ധനവാൻ അപേക്ഷിക്കുന്നുണ്ട്. അബ്രഹാം ധനവാനോട് പറയുന്നത്, ഭൂമിയിൽ ഉള്ളവർ മോശയും പ്രവാചകന്മാരും പറയുന്നതനുസരിച്ച് ജീവിക്കട്ടെ എന്നാണ്. മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അതവർക്ക് ബോധ്യമാകുക ഇല്ല എന്ന്. ഈ ഉപമയിൽ ധനവാൻ വലിയ തെറ്റുകൾ ചെയ്യുന്നതായി ബൈബിളിൽ കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ധനവാൻ മരണശേഷം നരകത്തിൽ എത്തിയത്? നാം വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ സ്വന്തം സുഖം മാത്രം നോക്കി സ്വാർത്ഥരായി നാം ജീവിക്കുമ്പോൾ ആ ധനവാന് സംഭവിച്ചതുപോലെ തന്നെ നമുക്കും സംഭവിക്കും. ദൈവം നൽകിയ സമ്പത്തും സുഖസൗകര്യങ്ങളും തനിക്ക് മാത്രമുള്ളതാണെന്ന ചിന്തയിൽ ലാസറിനെ പരിഗണിക്കാതെ ധനവാൻ സുഖലോലുപതയിൽ ജീവിതം നയിച്ചു. ഇതാണ് ധനവാന് പറ്റിയ തെറ്റ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സഹായം അർഹിക്കുന്നവരായ ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സമീപനം എന്താണ്? നമുക്കുള്ള സമ്പത്തും കഴിവുകളും ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് എന്ന ബോധ്യത്തിൽ അവ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും. ഉൽപ്പത്തി 4:7 തിരുവചനം പറയുന്നു, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പതുങ്ങി വാതിക്കൽ തന്നെയുണ്ട്, അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു എന്ന്, നീ അതിനെ കീഴടക്കണം എന്ന്. അപ്പം നന്മകൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പതുങ്ങിയിരുന്ന് നമ്മളെ കീഴടക്കും. നാം നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വർഗത്തിലാണ് നന്മകൾ ചെയ്തുകൊണ്ട് സമ്പന്നരാകേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.